മാനിച്ചും ജീവിച്ചിടും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. ബാലസിംഹങ്ങൾ പോലും കിരകിട്ടാതിരുന്നാൽ ദൈവമക്കൾക്കോ നന്മ മുടക്കാത്തവൻ. ബാലസിംഹങ്ങൾ പോലും കിരകിട്ടാതിരുന്നാൽ ദൈവമക്കൾക്കോ നന്മ മുടക്കാത്തവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. അടുത്ത പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഈ പാട്ട് സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് ആർക്കും പുസ്തകമൊന്നും കൈ പിടിക്കണ്ട. അതുകൊണ്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. എല്ലാവരും പതുക്കെ കൈ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ഒന്ന് കൈ കൊട്ടിയാൽ വളരെ അനുഗ്രഹമായിരിക്കും. ഒരു പാട്ട് അടുത്ത പാട്ടില്ല, മൂന്നാമത്തെ പാട്ട് പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി പാടണമെന്ന് ദയവായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പാട്ട് ഇരുന്ന് കൈകൊട്ടിയാൽ മതി, പക്ഷേ ഞങ്ങളോട് കൂടെ ചേർന്ന് തന്നെ കൈകൊട്ടി പാടണം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ. വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തോളവും. ജീവനുതുക ജീവനായക ജീവനാളമാ എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമാ എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പാപം വീതി ന്യായവീതി ബോധവീതിടാ. ഈ ശാപഭൂമിൽ പെന്തക്കോസ്തിൽ വന്നോരാവിലേ. പാപം വീതി ന്യായവീതി ബോധവീതിടാ. ഈ ശാപഭൂമിൽ പെന്തക്കോസ്തിൽ വന്നോരാവിലേ. ജീവനുതുക ജീവദായക ജീവനാളമാരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമാരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. അമ്പരത്തിൽ നിന്നിറങ്ങി അഗ്നിനാവുകൾ അൻപോടാമങ്ങെല്ലാരിലും ശക്തിനാവുകൾ. അമ്പരത്തിൽ നിന്നിറങ്ങി അഗ്നിനാവുകൾ അൻപോ
വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഉണ്ടാവിടേയുണ്ട് ഞാനെന്റെ ഈ വാഗ്ദത്തം. രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഉണ്ടാവിടേയുണ്ട് ഞാനെന്റെ ഈ വാഗ്ദത്തം. ജീവനുതുക ജീവദായക ജീവനാളമായി നിന്നു തീരുമാ. ജീവനുതുക ജീവദായക ജീവനാളമായി നിന്നു തീരുമാ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും അല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. അല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനുതുക ജീവദായക ജീവനാളമായി നിന്നു തീരുമാ. ജീവനുതുക ജീവദായക ജീവനാളമായി നിന്നു തീരുമാ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ഒരു പാട്ടുകൂടെ ദയവ് ചെയ്ത് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ദയവ് എഴുന്നേറ്റ് നിൽക്കുക. ആ പാട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടുക. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. കാലവന്റെ മുൻപിൽ കാണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ. കാലവന്റെ മുൻപിൽ കാണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതായില്ലല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതായില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തന്റെ
തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം പകരുന്നവൻ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം പകരുന്നവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാക്കോ, അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാക്കോ, അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാമല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പ്രിയപ്പെട്ട സുമ മാത്യു അലിയെ ക്ഷണിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് വചനത്തിൽ പറയുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ ആലയത്തിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് ആയിരിക്കുന്നു. ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ കടന്നു വരികയാണ്. കർത്താവെ, പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഉരുകി നിന്നോടു യോജിച്ചിടുവാൻ, ഉരുകി നിന്നടിയാർ നിന്നോടു യോജിച്ചിടുവാൻ, തരിക നിന്നാത്മാവേ പുതുമാരി പോലെ, തരിക നിന്നാത്മാവേ പുതുമാരി പോലെ, പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന
ഈ പാരീഷ് കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷൻ്റെ മുഖ്യ പ്രഭാഷകനായി നമ്മുടെ ഇടയിലേക്ക് ദൈവം അയച്ച ഇവാഞ്ചലിസ്റ്റ് ടി.പി. ജോണിക്കുട്ടി ചെങ്ങറ അവറുകൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ ഗോൾഡൻ ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ടും അതിൽ പ്രവർത്തിക്കുന്ന ഏവർക്കായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ടും തിരുമേനിമാർക്കായിട്ടും അച്ഛന്മാർക്കായിട്ടും എല്ലാ സുവിശേഷ പ്രവർത്തകർക്കായിട്ടും നമ്മൾക്ക് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ കർത്താവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. അവിടുത്തെ പാദപീഠത്തിലേക്ക് കർത്താവെ അടിയങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവെ. ഒരാലയമായിട്ട് ഒരു മനസ്സായിട്ട് കർത്താവെ അടിയങ്ങൾ കടന്നു വരികയാണ് കർത്താവേ. ഈ സമയത്ത് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടും കാവലും കൃപയും അവിടുത്തെ അത്യന്തമായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കർത്താവേ ഈ ആലയത്തിനുള്ളിലായിരിക്കണമേ കർത്താവേ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയാൽ കവിയാത്ത പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അടിയങ്ങളിൽ ഓരോരുത്തരും കർത്താവേ അവിടുന്ന് ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകമായിട്ട് കർത്താവേ അടിയങ്ങളോട് വചനം സംസാരിപ്പാൻ വന്ന നിൻ്റെ ദാസനെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. മാനുഷിക ശബ്ദമല്ല കർത്താവിൻ്റെ ദൈവമേ, അവിടുന്ന് നിൻ്റെ ദാസനിൽ കൂടി കർത്താവേ അടിയങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. അവിടത്തേക്ക് ഞങ്ങളോട് എന്താണ് പറയുവാനുള്ളത് കർത്താവേ? ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ കുറവുകൾ കർത്താവേ ഞങ്ങൾക്ക് തിരുത്തേണ്ടുവോ, പുതുക്കം പ്രാപിപ്പാൻ കർത്താവേ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ ഒരു പിന്മയെ കർത്താവേ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. ദാസനിൽ കൂടി അവിടുത്തെ വചനം ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവേ അത് 30, 60, 100 മേനിയായിട്ട് കർത്താവേ ഫലം പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവേ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ അടിയങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അച്ഛൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവേ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ആ ഗിലെയാദിലെ തൈലം കൊണ്ട് കർത്താവിൻ്റെ ദൈവമേ ഹല്ലേലൂയ എൻ്റെ കർത്താവേ സൗഖ്യത്തെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ ഞങ്ങൾ കർത്താവേ പേര് പറഞ്ഞ് എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ഏടന്മാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അബിഗയിലിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വചനത്താൽ അസാധ്യമായത് ഒന്നുമില്ല കർത്താവിൻ്റെ ദൈവമേ. അവിടുത്താൽ സകലതും സാധ്യമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. രോഗിക്ക് സൗഖ്യം നൽകുന്ന പിതാവേ അവിടുന്ന് സകല രോഗവും കർത്താവെ സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ലോകസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാജ്യത്തോട് എതിർക്കുമ്പോൾ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ കർത്താവെ അടിയങ്ങൾ കാണുമ്പോൾ കർത്താവേ അവിടുത്തെ വരവേറ്റും വാതുക്കലായിരിക്കുന്നു എന്ന് അടിയങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുത്തെ സമാധാനം, നിൻ്റെ സമാധാനം കർത്താവിൻ്റെ ദൈവമേ അടിയങ്ങൾക്കും കർത്താവേ രാജ്യങ്ങൾ തമ്മിൽ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ അവിടത്തേക്ക് കർത്താവിൻ്റെ ദൈവമേ ഒന്നും മറവായിട്ടിരിക്കുന്നില്ല. എല്ലാം കർത്താവേ അവിടുത്താൽ നിയന്ത്രിതമാണല്ലോ കർത്താവിൻ്റെ ദൈവമേ. ഈ കർത്താവേ അകൃത്യം നിറഞ്ഞ ലോകത്തിൽ കർത്താവിൻ്റെ ദൈവമേ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം കർത്താവേ. അവിടുന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവേ. സമാധാനത്തെ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ അടിയങ്ങളുടെ കർത്താവെ ആരാധനയിൽ കർത്താവെ തലവണക്കിരിക്കുന്ന ഓരോരുത്തരെയും തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഓരോരുത്തരോടും അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തെല്ലാം പ്രയാസങ്ങൾ കർത്താവെ, ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്ന അടിയൻ അറിയത്തില്ലെങ്കിലും കർത്താവെ ഹൃദയങ്ങളെയും അന്തരനിതങ്ങളെയും ശോധന ചെയ്ത ദൈവമേ അവിടുന്ന് കർത്താവെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ ഓരോരുത്തർക്കും അവരുടെ കർത്താവെ പ്രയാസങ്ങൾക്ക് കർത്താവെ
മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ചെറുതലമുറ കർത്താവേ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, അവരെയൊക്കെയും കർത്താവേ, എൻ്റെ കർത്താവേ, അവിടുത്തെ അദൃശ്യകരത്തിൽ മറച്ചുകൊള്ളണമേ. യെരൂശലേമിന് ചുറ്റും കർത്താവേ മതിലില്ലെങ്കിലും കർത്താവേ തീമതിലായിട്ട് കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അവിടുന്ന് യെരൂശലേമിനെ കാക്കുന്ന പോലെ കർത്താവേ ഞങ്ങളുടെ തലമുറയെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. കർത്താവേ, അനേകർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. വിവാഹത്തിന് കർത്താവെ നോക്കിയിരിക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ പലവിധ ആവശ്യങ്ങളാൽ നോക്കിയിരിക്കുന്നവരുണ്ട് കർത്താവിൻ്റെ ദൈവമേ. ജോലി പോയവരുണ്ട് കർത്താവെ, ജോലി അങ്ങനെ പലവിധ ആവശ്യങ്ങൾ കർത്താവെ ഉള്ളവരുണ്ട് കർത്താവെ. അവർക്കൊക്കെയും കർത്താവെ അവിടുന്ന് മറുപടി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അതിലൊക്കെ ഉപരിയായിട്ട് കർത്താവെ, നശ്വരമായ ഈ ലോകത്തെ നോക്കി ജീവിപ്പാനല്ല കർത്താവിൻ്റെ ദൈവമേ, പുതിയ ലോകം അവിടുന്ന് സ്ഥാപിക്കും കർത്താവെ. നിത്യതയിലേക്ക് നോക്കുവാൻ തക്കവണ്ണം കർത്താവെ, നിത്യമായതിനെ അന്വേഷിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവെ, അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. വചനം പറയുന്ന എൻ്റെ ദാസനെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അടിയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമേ. ചോദിച്ചാലും നനച്ചാലും അത്യന്തം പരമായി നടത്തുവാൻ കഴിവുള്ള യേശുവിൻ്റെ നാമത്തിനെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണേ പിതാവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ഉത്തരവാദിത്തങ്ങളാണ്. അത് വളരെ ചുരുക്കമായിട്ട് വിനിയോഗിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പ്രസംഗത്തിനായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് ഒരുങ്ങാം. ഒന്നാമത്തേത് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഇന്നത്തെ പാരിഷ് കൺവെൻഷന് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു അനുഭവമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ നമ്മോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു എന്നുള്ളത്. ഈ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ ഫോണിൽ കൂടെ എന്നെ വിളിച്ച് ഫിലഡൽഫിയയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എക്യൂമിനിക്കലായിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ, വേണ്ടുന്ന ഒരു പ്രചോദനം വാക്കുകളിൽ കൂടെ നൽകുകയും തുടർന്ന് എക്യൂമിനിക്കൽ സംരംഭങ്ങളിലൊക്കെ ഒരുമിച്ച് കാണുവാനും ആ സ്നേഹബന്ധത്തിൽ മുന്നേറുവാനും ദൈവം അവസരമൊരുക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ 50ാമത്തെ വർഷമാണ് പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിച്ച് 50 വർഷങ്ങൾ പിന്നിടുന്നു. ആ ഇടവക ആൻഡ്രൂ ചർച്ച് അവിടെ ആ ശുശ്രൂഷ ക്രമീകരിച്ചപ്പോൾ അതിൽ പോയി പങ്കുകാരാവാൻ എനിക്കും ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് അന്ന് അവിടെ ഇരുന്നപ്പോൾ കേട്ടതൊക്കെ ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹീതം. ദൈവം നടത്തിയ വിധങ്ങൾ, അച്ഛൻ്റെ ശുശ്രൂഷകൾ ഒക്കെ ഏറ്റവും മനോഹരം, ഏറ്റവും ആശ്ചര്യം എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ഫിലഡൽഫിയയുടെ ദേശത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ, ബാംഗ്ലൂർ UTCയുടെ അല്ലെങ്കിൽ പല മേഖലകളിൽ ദൈവം ശക്തമായി അച്ഛനെ എടുത്ത് ഉപയോഗിച്ചു. അച്ഛൻ്റെ ആ വിനീതമായിട്ടുള്ള ഇടപെടലുകൾ, അനുഗ്രഹീതമായ ശുശ്രൂഷകളൊക്കെ സഭയ്ക്കും ദേശത്തിനും എക്യൂമിനിക്കൽ തലങ്ങളിലുമൊക്കെ തുടർന്നും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രാരംഭമായി 50 വർഷങ്ങൾ പിന്നിടുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛന് ഈ ഇടവകയുടെ പേരിലുള്ളതായ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം കൂടുതലായി ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ 2025 ഞങ്ങളുടെ ഇടവകയുടെ കൺവെൻഷനിലേക്ക് പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് ഇന്ന് ഈ 2025 ഫിലഡൽഫിയ മർത്തോമ ഇടവകയുടെ കൺവെൻഷൻ മുഖ്യ സന്ദേശം നൽകുവാനായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് TP ജോണിക്കുട്ടി ചെങ്ങറ അവറുകളാണ്. പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറും അതോടൊപ്പം റോസ്മ ആൻറ്റിയും എന്ന ഈ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു എന്നത് ഏറ്റവും സന്തോഷമാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 37 വർഷക്കാലം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ ദൗത്യത്തിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലെ അനുഗ്രഹീത ഒരു സുവിശേഷകനായി ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഗ്രഹീതമായി പ്രവർത്തിപ്പാൻ ദൈവം എടുത്തുപയോഗിച്ച കർത്തൃദാസനാണ്. 37 വർഷക്കാലം തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ, രാജസ്ഥാൻ, ആൻഡമാൻ നിക്കോബാർ, കേരളം, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ദൈവം എടുത്തുപയോഗിച്ചു. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റായിട്ടും ഉപയോഗിച്ചു. കൺവെൻഷൻ പ്രസംഗകരുടെ സംഘടനയിലെ കൺവെൻഷൻ പ്രസംഗയുടെ നിരയിലെ ഒരു അനുഗ്രഹീത കൺവെൻഷൻ പ്രസംഗകൻ കൂടിയാണ് പ്രിയപ്പെട്ട സാർ. അത്തരത്തിൽ സഭയിൽ ഏറ്റവും അനുഗ്രഹീതമായി ദൈവവചനം കലർപ്പില്ലാതെ പറയുവാൻ ശ്രമിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹീതമായ ഇടപെടലുകൾ
ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായി തമിഴ്നാട്ടിൽ ഉദുമൽപേട്ടയിലേക്ക് ചെല്ലുമ്പോൾ സാർ അവിടെ ശുശ്രൂഷയിലുണ്ട്. അവിടെ 3 വർഷക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം അവസരം തന്നു. വീണ്ടും പൊള്ളാച്ചിയിലായിരുന്ന സമയത്ത് അവസാന 1 വർഷം സാറ് ട്രാൻസ്ഫറായി അവിടേക്ക് വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹീതമായി കുടുംബമായി അനുഗ്രഹീതമായൊരു കൂട്ടായ്മ കഴിഞ്ഞ നാളുകളിൽ അനുഭവിപ്പാനായിട്ടിടയായി. തികച്ചും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്നതായ തമിഴ്നാടിൻ്റെ പ്രദേശത്ത് മാത്രമേ ഞാൻ കണ്ടതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റനേക ഇടങ്ങളിൽ ആൻഡമാൻ നിക്കോബാറിലും രാജസ്ഥാനിലും മറ്റുമൊക്കെ ദീർഘവർഷങ്ങളോളം തൻ്റെ കുടുംബവുമായി പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷ വേല അനുഗ്രഹീതമായി ചെയ്യുവാൻ ദൈവം എടുത്തുപയോഗിച്ച കർത്തൃദാസനാണ്. തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. 3 മക്കളെ ദൈവം നൽകി. 3 മക്കളിൽ ഒരാൾ അനില ഇപ്പോൾ ചിക്കാഗോയിലുണ്ട്. അവിടെ ജോലി ലഭിച്ച് അവിടെ ആയിരിക്കുന്നു. മകളുടെ അടുത്തേക്ക് വന്നതാണ് പ്രിയപ്പെട്ട സാറും പ്രിയപ്പെട്ട അമ്മാമയും. അവരെ ദൈവം രണ്ട് മക്കൾ നാട്ടിലുണ്ട്. അവർ 2 പേരും ഒരാൾ കുടുംബജീവിതത്തിൽ അനുഗ്രഹീതമായി മുന്നോട്ട് ജീവിക്കുന്നു, നല്ല ജോലിയുണ്ട്. അതോടൊപ്പം തന്നെ മകൻ്റെ വിവാഹം തുടർന്ന് ഫെബ്രുവരിയിൽ നടക്കുവാനായിട്ട് പോകുന്നു. അനുഗ്രഹീതമായി ഞാൻ പറയുന്നത്, ദൈവത്തെ മാനിക്കുമ്പോൾ അവൻ നമ്മെ മാനിക്കും, തലമുറയെ മാനിക്കും, അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കും. ഇന്ന് ഞാൻ ഈ ഒരു കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ അത് സ്വീകരിക്കുകയും ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാനായിട്ട് ഈ കൺവെൻഷൻ നേതൃത്വം നൽകുവാനായിട്ട് സംബന്ധിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്നതായ പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറിനെ ഈ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ ഇടവകയുടെ പേരിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട റോസ്മേ ആൻറ്റിയും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നില്ല. അമ്മാമ ഒന്ന് എഴുന്നേൽക്കാമോ? അമ്മാമയും ഏറ്റവും ഹൃദ്യമായി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫിലഡൽഫിയ മാർത്തോമ ഇടവകയുടെ ഏറ്റവും ധന്യമായ ഒരു ഗ്രൂപ്പാണല്ലോ നമ്മുടെ കൊയർ അംഗങ്ങൾ. ഏറ്റവും മനോഹരമായി നമ്മുടെ ആരാധനയെ സംഗീത സാന്ദ്രമാക്കത്തക്ക രീതിയിൽ മനോഹരമായി അവർ പാട്ടുകൾ ആലപിക്കുന്നു. ഏറ്റവും മനോഹരമാണ്. സന്തോഷത്തോടെ ഈ കൺവെൻഷനും ലീഡ് ചെയ്യുവാനായിട്ട് അവർ കാണിച്ചു മനസ്സിൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് കൊയറംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, അതോടൊപ്പം തന്നെ ഓഫീസ് ബെയറേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ മെസ്സേജുകളിൽ കൂടിയും മറ്റുമൊക്കെ അനേകർ പ്രതികരിച്ചു. ഒട്ടേറെ പേർ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവർക്ക് വേണ്ടി ലൈവ് ഇട്ടില്ല എന്നത്, ലൈവ് ഇട്ടാൽ ആൾ കുറയും എന്നതുകൊണ്ടാണ് ലൈവ് ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് വീണ്ടും അവരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാക്കുന്നതാണ്. അവർക്കും പ്രയാസം വരാത്ത രീതിയിൽ അവർക്കും ആ വചനം കേൾക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ 2ാമത്തെ കർത്തവ്യം അധ്യക്ഷ പ്രസംഗമാണ്. അതിൽ ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സാറിന് അവസരം കൊടുക്കുക. എങ്കിലും ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന് മാത്രമുള്ളൂ. നമ്മൾ ലോകത്തിൽ പല പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ബുക്കുകൾ. ആ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് വേദപുസ്തകം. ആ വേദപുസ്തകത്തിന് പ്രത്യേകതകളുണ്ട്. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ വായിച്ച ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് വേദപുസ്തകമാണ്, ദൈവവചനമാണ്. അപ്പോൾ ഈ ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എന്താ ചെയ്യുന്നത്? അത് ചുറ്റുപാടുകളിലേക്ക് വിരൽ ചൂണ്ടുകളെയല്ല, എന്നിലേക്ക് തന്നെ എന്നെ വായിക്കുവാനായിട്ടത് സഹായിക്കുകയാണ്. അതിനാണ് വചനധ്യാനങ്ങളും കൺവെൻഷനുകളൊക്കെ നമുക്ക് നൽകുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കുവാനും നമ്മിൽ നിന്ന് ഏറ്റവും മെച്ചമായത് ഈ ദേശത്തിനും സമൂഹത്തിനും കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് വേർഡ് ഓഫ് ഗോഡ് ഈസ് ബോത്ത് ഇൻഫോർമേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ്. ബുക്കുകളൊക്കെ ഇൻഫോർമേറ്റീവാണ്, എന്നാൽ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ബോത്ത് ഇൻഫോർമേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ്. ഇൻഫോം ആൻഡ് ട്രാൻസ്ഫോം. ചിലതൊക്കെ വചനം നമ്മളെ അറിയിക്കും, നമ്മുടെ ഹൃദയത്തിലേക്ക് തരും. അതെന്തിനു വേണ്ടിയാ? ടു ട്രാൻസ്ഫോം. അതിനായിട്ട് ദൈവം ഈ വചന കേൾവിയും ധ്യാനവും ഒക്കെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ട തറമേൽ അലക്സാണ്ടങ്ങൾ മുൻപോട്ട് വന്ന ഇന്നത്തേക്കുള്ള ഭാഗം വായിക്കുകയും അതിനെ തുടർന്ന് ജോണിക്കുട്ടി സാറ് വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നത്.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദൈവവചനം ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17 വേഴ്സസ് 1-16. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് അഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോടെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോടെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിപ്പിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരേണമേ എന്ന് അവൻ അവളോട് പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇതുകൊണ്ട് എന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയായിരുന്നു എന്ന് പറഞ്ഞു. ഏലിയാവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഇങ്ങനെ ഇവിടെ പാഠം അവസാനിച്ചു.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ടിറ്റി അച്ഛൻ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ ഒരു അവസരം സർവകൃപാലുവായ ദൈവം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 37 വർഷം മാർത്തോമ സഭയുടെ ഒരു സുവിശേഷകനായി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അമേരിക്കയിൽ വന്നതല്ല എൻ്റെ ഭാഗ്യം. കർത്താവിൻ്റെ വേലയിൽ എനിക്ക് 37 വർഷം നിൽക്കാൻ സാധിച്ചതാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ട ടിറ്റി അച്ഛനുമായിട്ട് എനിക്ക് പരിചയമായത്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ട്, എന്ന് പറഞ്ഞ സഭയുടെ ഔദ്യോഗിക ചുമതലയിൽ നിന്ന്. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഞാൻ ഓടുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എപ്പിഫനി പള്ളിയിലായിരുന്നു, ന്യൂയോർക്കിലെ. അപ്പം ഞാൻ അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സീനിയർ സിറ്റിസൺ ഡേ ആയിരുന്നു. എനിക്കും 61 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് വരെയാണ് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൽ പ്രവർത്തിക്കാൻ ഒരു സുവിശേഷകന് സാവകാശമുള്ളത്. ഇന്നും ഒരു മടിയുമില്ലാതെ ദൈവം എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത് കാലേബിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. എനിക്കിപ്പോൾ എത്ര വയസ്സായി? 85 വയസ്സായി. എൻ്റെ വയസ്സല്ല ഞാൻ പറഞ്ഞത്, കാലേബ് പറഞ്ഞ വയസ്സാണ് പറഞ്ഞത്. 85 വയസ്സായി. ഇന്നും എനിക്ക് യുദ്ധം ചെയ്യുവാനും പടവെട്ടുവാനുമുള്ള ആരോഗ്യം ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ അറിയാം. അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവനൊക്കെ പോയതുപോലെയാണ് ആയിരുന്നു. എൻ്റെ ആരോഗ്യം അത്രമാത്രം ക്ഷയിച്ചിരുന്നു. അച്ഛൻ എന്നോട് പറയുമായിരുന്നു അവിടെ ഇരുന്നാൽ മതി എന്നുള്ളത്. ഞാൻ എവിടെ ഇരുന്നാലും അച്ഛൻ എനിക്ക് സ്റ്റൂൾ കൊണ്ട് തരും, അല്ലെങ്കിൽ ഒരു ടേബിൾ, ചെറിയ ടേബിൾ, കാല് നീട്ടി വച്ചിരിക്കാൻ. അങ്ങനെ ഒരവസരം എനിക്കുണ്ടായി. 2 വർഷം ഞാൻ ആ വേദന അനുഭവിച്ചു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. 100 കണക്കിന് ആൾക്കാരെ വിശ്വാസത്തിലേക്ക് നടത്താനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരെയും ഇസ്ലാം മതവിശ്വാസികളെയും ഒക്കെ വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. എൻ്റെ ഭാഗ്യം അതാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ 3 ദിവസമായി നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായും 3 കാര്യം, 3 ചെറിയ ചെറിയ വാക്കുകളാണ്. അതിൻ്റെ അകത്തെല്ലാം ഇന്ന് തൊട്ട് അതിൻ്റെ അകത്തെല്ലാം ആടാകും. അതല്ല, 1 തിരിച്ചറിയുക, 2 തിരുത്തുക, 3 മടങ്ങി വരിക. തിരിച്ചറിയുക, തിരുത്തുക, മടങ്ങി വരിക. ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഉള്ള ഭാഗങ്ങളെല്ലാം വായിച്ചാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് ലഭിക്കും. നമുക്കെല്ലാം ഒന്നും അത് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിന്ന് നമ്മളിന്ന് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം ബഹുമാനപ്പെട്ട അങ്കിൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായി ആ വേദപുസ്തകം വായിച്ചപ്പോൾ വളരെ ഹൃദ്യമായിരുന്നു. ഞാൻ അങ്കിളിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. വളരെ നന്നായി വ്യക്തമായിട്ട് വായിച്ചു. അപ്പം ഞാൻ വീണ്ടും അത് വായിക്കണമെന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു അതിൻ്റെ അകത്ത്. എനിക്കറിയാം, ഇത് ഈ ഭാഗത്തുനിന്ന് എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. എന്നാൽ അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചില ഭക്ഷണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടെ കൂടെ കഴിക്കും.
ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കെന്താ ചിലതിനോടൊരു ടേസ്റ്റ് കൂടുതൽ തോന്നിക്കും. ഭാര്യ നല്ല മീൻകറി ഉണ്ടാക്കി തന്നാൽ, ഇവിടെ ഞാൻ കണ്ടു 2 പേരും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. പല വീടുകളിൽ ഞാൻ പോയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നവരാ. അപ്പോൾ ഉണ്ടാക്കി തന്നാൽ ചിലപ്പോൾ ഒരു മീൻകറിക്ക് എന്തു പറയും, ചില പുളി കൂടിപ്പോയെന്ന് പറയും, അല്ലെ ഉപ്പ് കൂടിപ്പോയി, ഇല്ലേ എരി കൂടിപ്പോയി. ചില ദിവസം പറയും നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ ഒരേ രീതിയിലാണ് ചെയ്തത്, വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് വ്യത്യാസം. ഈ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകണം വേദപുസ്തകത്തോടെ. അതിന് അച്ഛനോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നന്നായി വേദപുസ്തകം അറിയാവുന്നത്. ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്, വളരെ ഭയമുണ്ട് എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ വേദപുസ്തകം എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, സദ്നി മജ്ജകളെ വരെ തുളച്ച് ചെല്ലുവാൻ. എൻ്റെ മകൾ എന്നോട് പറഞ്ഞു ചിക്കാഗോയിൽ അടുത്ത മാസം തൊട്ട് തുളച്ച് ചെല്ലുന്ന തണുപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എന്തു ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിക്കണം. അതേത് വിധത്തിലാണെന്നുള്ളത് എനിക്കറിയില്ല. ആശുപത്രി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെളിയിൽ നിൽക്കുന്നവർക്ക് എന്തുണ്ടാവും? ഒരു ഹൃദയം അങ്ങ് കീറും, ഇല്ലേ? കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം എൻ്റെ വൈഫിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വെച്ച്, കോഴഞ്ചേരി മുത്തൂറ്റിൽ വെച്ച്. പെട്ടെന്നായിരുന്നു. 2 ദിവസം, ഒരു ദിവസം കൊണ്ട് അറിഞ്ഞത് ഇച്ചിരി പ്രയാസമുണ്ടെന്നുള്ളത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പോയി സ്കാനിങ്, നാനോ അത് എല്ലാം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. 2-3 ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ പോയാൽ സമയം പോകും. ഹോസ്പിറ്റലുകാരെ വിളിച്ചവൻ പറഞ്ഞു അവിടെ ഒന്നും സമയമില്ല. പരുമല ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ അവർക്ക് ഡേറ്റ് ഇല്ല. അവസാനമാണ് ഞാൻ ഇവിടോട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡോക്ടർ, അച്ഛനറിയാം, ഡോക്ടർ സാം എബ്രഹാം, എൻ്റെ ഒരു വളരെ 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 എൻ്റെ അടുത്ത ഒരു സുഹൃത്തു കൂടെയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം. അമ്പിളിക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടൻ്റായിരുന്നു, ഇപ്പോൾ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ്. അദ്ദേഹമാണ് എനിക്ക് മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് എന്നെ അയച്ചത്. ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് കീറി മുറിഞ്ഞു. പക്ഷെ അതിനേക്കാൾ കീറി മുറിയപ്പെടേണ്ടത് എപ്പോഴാണെന്നല്ലോ? ഈ തിരശീല മാറുമ്പോഴാണ്. നമ്മളെങ്ങോട്ടാണ് ചെല്ലുന്നത്? ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് നമ്മുടെ കർത്താവിൻ്റെ രക്തവും ശരീരവും ഭക്ഷിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? മുറിയപ്പെടണം, കീറി മുറിക്കപ്പെടണം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കീറി മുറിയപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് ഈ ദിവസങ്ങളിലെ ചിന്തകൾ നമ്മിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ 3 വിഷയമാണ് പറഞ്ഞത്. ഒന്ന് തിരിച്ചറിയുക, തിരുത്തുക. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കും, നിങ്ങളെല്ലാം എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ സ്റ്റുഡൻസാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാനല്ല പ്രസംഗിക്കുന്നത്, നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പരിചിതമായിട്ടുള്ള വേദഭാഗമാണിത്. ഏലിയാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഏലിയാവിൻ്റെ ചില അനുഭവങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഏലിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഞാൻ അവനൊരു ഓർഡിനറി മാനാണെന്നുള്ള ഒരു എന്താണ് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നുള്ളത്. ഇപ്പം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗന്ധമുള്ളതാണ് എൻ്റെ ജീവിതം. അത് നമ്മൾ ആരും ശ്രേഷ്ഠനല്ല. ഈ നിൽക്കുന്ന ഞാനും ശ്രേഷ്ഠനല്ല, നമ്മൾ ആരും ശ്രേഷ്ഠന്മാരല്ല. ഏലിയാവ് ഒരു മാതൃകാ പുരുഷനാണ്. ഏലിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഏലിയാവിൻ്റെ പേരിൻ്റെ അർത്ഥം യഹോവ തന്നെ ദൈവം. ഓർത്തോണം. ഇപ്പം നമ്മുടെ നെഞ്ചത്തൊന്ന് കൈവച്ച് പറഞ്ഞേ, യഹോവ തന്നെ എന്നുറക്കെ പറഞ്ഞാൽ. ഞങ്ങളുടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അച്ഛനിരിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അവർ കുതിച്ചിയാടും. യഹോവ തന്നെ ദൈവം എന്നൊന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞാൽ, ഞാൻ പറയും, ഒരു കാലത്ത് കേരളത്തിലിരുന്ന് ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ലാതെ വന്നവരാ.
എങ്ങനെ ജീവിച്ചേ നമ്മളെല്ലാം? മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ചായിരിക്കും നമ്മുടെ അപ്പച്ചന്മാരൊക്കെ. ആ അവസരം കണ്ടിട്ട് എങ്ങനെയും എൻ്റെ തലമുറയെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്നപ്പോൾ ഒരാളെ മുമ്പിൽ കണ്ടുള്ളൂ. ആരെയാ? ദൈവത്തെയാണ് മുമ്പിൽ കണ്ടത്. വേറെ ആരെയും മുമ്പിൽ കണ്ടില്ല. ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവർ കാണും, അല്ലാത്തവർ കാണും. പക്ഷെ ദൈവം ആരെയും കൈവിട്ടില്ല, കുറച്ചുമില്ല. ഒന്നിനൊന്നു മെച്ചമായി ദൈവം നമ്മെ അവിടെയായി അനുഗ്രഹിച്ചു എന്നുള്ളതാ എനിക്കും പറയാൻ സാധിക്കും. ഈ മിഷണറി വർക്കിൽ വന്നതുകൊണ്ട് ദൈവം എന്നെ കുറച്ചില്ല. എൻ്റെ മോൾ അമേരിക്കയിലായതുകൊണ്ടല്ല ഞാനീ പറഞ്ഞത്. ദൈവം എന്നെ കുറച്ചില്ല, ധാരാളമായി അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിലൊന്നാണ് എനിക്ക് ലഭിച്ച സന്തോഷം എന്ന് പറയുന്നത്. 2 കൈയും 2 കാലും തളർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ കോളേജ് പഠന സമയത്ത് ദൈവം എന്നെ ഉയർത്തി ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യ നിർവഹണത്തിനായി എന്നെ അയച്ചു എന്നുള്ളതാണ്. എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന, എന്നെ സ്നേഹിച്ച ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രാർത്ഥന, അതൊക്കെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയും നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. ദൈവവും ഭാഗം നമ്മൾ ശ്രേഷ്ഠതയുള്ളവർ, കുറവുള്ളവരല്ല എന്നുള്ളതാണ്. യഹോവ തന്നെ ദൈവം നമ്മളെപ്പോഴും മനസ്സിൽ പറയണം. ഞാനതുകൊണ്ട് പറയും, ഇന്ന് നാം യഹോവയോടുകൂടെ ആയിരുന്നുവോ? ഇന്നു നാം കർത്താവിനോടുകൂടെ ആയിരുന്നുവോ? അതേത് നിമിഷമായിരുന്നു? ഇന്ന് കർത്താവിനോടുകൂടെ ആയിരുന്നോ? ഇന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുവോ? ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ പഠിച്ചുവോ? ഇന്ന് എന്ത് ചിന്തയാണ് ദൈവം നമുക്ക് പുതുതായി, കർത്താവ് നമുക്ക് പുതുതായി തന്നത്? ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, യഹോവ തന്നെ ദൈവം എന്ന് പറയുമ്പോൾ അഗ്നിയുടെ പ്രവാചകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന തിശ്ബിയയിൽ നിന്നുള്ള തിശ്ബ്യനായി ഏലിയാവെന്ന ഒരു അഡ്രസ്സോ ഒന്നുമില്ല വലുതായിട്ടൊന്നും. അവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കാന്ന് ഒത്തിരി പാരമ്പര്യം പറയാൻ കാണും. ഞാൻ ഇന്ന കുടുംബത്തിൽ ഇന്ന ആളാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം എൻ്റെ സ്ഥലപ്പേര് വെച്ചോണ്ട് അവൻ്റെ മാതാപിതാക്കന്മാരുടെ പേരൊന്നും വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സമൂഹത്തിനൊരു ചലനം സൃഷ്ടിക്കുന്നതായിരുന്നു. അവൻ്റെ ജീവിതം, പ്രവർത്തനം എന്ന് പറയുന്നത് മാത്രമല്ല, അവൻ്റെ ജീവിതം സമൂഹത്തിന് ചലനം സൃഷ്ടിക്കുന്നതായിരുന്നു. ഏത് വിധത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ചലനം സൃഷ്ടിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ മാറണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ചലനം സൃഷ്ടിക്കണം. ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചലനം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകത്തിൽ ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആഹാബ് ഈ ഏലിയാവിനോട് ചോദിക്കും, നീ എന്നെ കഷ്ടപ്പെടുത്തുന്നവനാ. ഏലിയാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നീ എന്നെ കഷ്ടപ്പെടുത്തുന്നവനാ. 18-ാം അധ്യായം വായിച്ചാൽ മതി. എന്നെ കഷ്ടപ്പെടുത്തുന്നവൻ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന്. എന്നാൽ അതുപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇവൻ എൻ്റെ സ്നേഹിതനാണ് എന്നുള്ളതാണ്. എൻ്റെ സ്നേഹിതൻ. ദാവീദിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഹിതപ്രകാരമുള്ള എൻ്റെ ദാസൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. നോക്കണം, കാലേബിനെ കുറിച്ച് പറയുന്നതോ എൻ്റെ എന്താണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവനാണ്. മോശയെക്കുറിച്ച് പറയുന്ന സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നു, മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യന് ലോകത്തിലില്ലായിരുന്നു എന്നുള്ളതാ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് എന്താണ് ലോകത്തിന് പറയുവാനായിട്ടുള്ളത്, എന്നെക്കുറിച്ച് ലോകത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഞാൻ യഹോവയോട് ഈ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ വേറെ 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. 2 പേരാണ് വേദപുസ്തകത്തിൽ കാണുന്നത് എടുക്കപ്പെട്ടവരായിട്ട് കാണുന്നത്. ഞാൻ ആധികാരികമായിട്ടൊന്ന് പറയുന്നുള്ളേ ഉള്ളൂ. എടുക്കപ്പെട്ടവരായിട്ട് കാണുന്നത് ആരൊക്കെയാ? ഒന്ന് ഹാനോക്ക്, ഒന്ന് ഏലിയാവ്. 2 പേരെ കുറിച്ച് ദൈവത്തോട് കൂടെ നടന്നവർ എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ഹാനോക്ക്, ഒന്ന് നോഹ. നമുക്കറിയാം. അപ്പം അവരിലൊരാളാണ്, അല്ലെങ്കിൽ
യഹോവ മരണം കാണാതെ എടുക്കപ്പെട്ടവരിൽ ഒരുവനായിട്ടുള്ള ആരാ? ഏലിയാവ്. ഏലിയാവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ കാലഘട്ടം പഠിക്കാതെ വേദപുസ്തകം പഠിക്കാനൊക്കത്തില്ല. ചരിത്രം പഠിക്കാതെ എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്ത് അവിടുത്തെ ആ ഭാഗത്തെ ചിന്തിക്കുന്നത് വൃഥാവാണെന്നാണ് എൻ്റെ ചിന്ത. നമ്മളത് പഠിച്ചിരിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ, അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഓർമ്മയിൽ ഒന്ന് വയ്ക്കാനും പ്രയാസമാണ്. ദൈവം ശൗലിനെ തെരഞ്ഞെടുത്തു രാജാവായിട്ട്. അതിനുശേഷം ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ പറയും, നിന്റെ കുടുംബത്തിൽ രാജാവില്ലാതെ പോവുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ ശലോമോൻ ഈ രാജസ്ഥാനത്തിൽ വരുന്നു. ശലോമോൻ രാജസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ശലോമോനോട് ചോദിക്കുന്നു, നീ വരം ചോദിച്ചോൾക എന്ന് പറഞ്ഞു. അപ്പോൾ ശലോമോൻ പറയുന്നത് എന്താണ്? എനിക്ക് ജ്ഞാനം മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് ജ്ഞാനം മതി എന്നാണ് പറയുന്നത്. 11-ാം അധ്യായം 1 രാജാക്കന്മാർ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി താഴോട്ട് വരം ചോദിക്കുന്നത് വേറെ അധ്യായത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആ ശലോമോൻ ഒന്ന് തിരുത്തപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. കണ്ടതാണ്, എല്ലാം മനസ്സിലാക്കിയതാണ്, അനുഭവിച്ചതാണ്, പിതാവിനോട് കൂടെ നടന്ന് ജീവിച്ചവനാണ്, യഹോവയുടെ പ്രവൃത്തി എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയവനാണ്. യഹോവയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടവനായിരുന്നു. പക്ഷെങ്കിൽ അവൻ മാറിപ്പോയി. അവൻ മാറിപ്പോയത് എവിടെയാണ്? അവൻ പല ഭാര്യമാരവർക്കുണ്ടായി. ഫറവോൻ്റെ മകളെ ഭാര്യയായിട്ടെടുത്തു. പിന്നെ സീദോനിയെ, അസ്തരോത്തെ വേണ്ടാത്തടത്തൊക്കെ പോയി ഭാര്യമാരെ എടുത്തു. തന്മൂലം അവരുടെ എല്ലാം ദൈവവിശ്വാസങ്ങൾ സ്വാംശീകരിക്കേണ്ടതായിട്ട് ആർക്ക് വന്നു? ശലോമോന് വന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം ശലോമോൻ്റെ മേൽ വന്നു. ദാവീദിനോട് ചെയ്ത വാഗ്ദത്തമുണ്ട്, ആ വാഗ്ദത്തമൊക്കെ മാറിപ്പോയി. ദൈവം വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാത്തവനാണ്, എന്നാൽ ഇവിടെ മാറുകയാണ്. അപ്പോഴാണ് യൊരോബെയാം എന്ന് പറയുന്ന തൻ്റെ ബഹുപ്രാപ്തിയുള്ള മനുഷ്യൻ, ആ ബഹുപ്രാപ്തിയുള്ള മനുഷ്യനായ യൊരോബെയാമിനെ, ശലോമോൻ്റെ ദാസനെ കർത്താവ് യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നത് രാജസ്ഥാനത്തിലേക്ക്. അഹിയ രാജ പുരോഹിതൻ ചെന്നിട്ട് പറയുന്നു, എന്താണ് പറയുന്നത്? അവനൊരു വസ്ത്രം എടുത്തിട്ട് 12 കണ്ടമായി കീറി അതിൽ 10 കണ്ടം ആർക്ക് കൊടുത്തു? യൊരോബെയാമിന് കൊടുത്തു. ഇനിയും 10 കണ്ടം നിനക്കുള്ള, 10 ഗ്രഹം നിനക്കുള്ളതാ എന്ന് പറയുന്നു. ബാക്കിയുള്ളതേ ഉള്ളൂ ആർക്ക്? അദ്ദേഹത്തിൻ്റെ മകനുള്ളത്, രഹബയാമിനുള്ളത്. ശലോമോൻ്റെ മകനാണ് രഹബയാം. ഓർത്തോണം, 10 കണ്ടം കൊടുത്തു. എന്നാൽ അവൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീയും എന്നോടൊപ്പം നിന്നാൽ, എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിച്ചാൽ നിന്റെ ഗ്രഹത്തിൽ രാജാവില്ലാതെ പോകുകയില്ല. പക്ഷേ അവനും എന്ത് ചെയ്ത് ഇല്ല, നെബാത്തിൻ്റെ മകനായ യൊരോബെയാം ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടില്ല, അനുസരിച്ചില്ല. തന്മൂലം അവൻ പാപം ചെയ്ത് അവനെക്കുറിച്ച് പിന്നീടെല്ലാം കാണുന്നത് നെബാത്തിൻ്റെ മകനായ യൊരോബെയാം ചെയ്തതിനപ്പുറമായിട്ടുള്ള പാപം ചെയ്തു എന്നുള്ളതാണ് വായിക്കുന്നത്. ഓർക്കണം, ആ പാപപ്രവൃത്തി എവിടേക്ക് ബാധിച്ചു. ഇനി അടുത്തത് വരുന്നേ ശലോമോനെക്കുറിച്ച്, ശലോമോൻ്റെ മകൻ രഹബയാമിനെ കുറിച്ച് പഠിച്ചു നോക്കിക്കേ. അവൻ 2 തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. ഒന്ന്, തൻ്റെ കൂടെ നടക്കുന്നതായിട്ടുള്ള തൻ്റെ സഹപാഠികളോടൊപ്പമുള്ള കൂട്ടുകെട്ടുകൾ. അതോടൊപ്പം തന്നെ തൻ്റെ പിതാവിന് ആലോചന പറഞ്ഞു കൊടുത്തുള്ള പ്രായമുള്ളവർ അറിയപ്പെട്ടവരുടെ ആലോചനയും സ്വീകരിച്ചു. 2 പേരുടെയും കേട്ടു. പക്ഷേ മുൻതൂക്കം കൊടുത്തത് ആർക്കാണ്? കൂടെ നടന്നവരുടെയാ. നമ്മൾ ചിന്തിക്കണം, ആരുടെ ആലോചനയ്ക്കാണ് നമ്മൾ കീഴ്പ്പെടുന്നത്? ആരുടെ ആലോചനയ്ക്ക് നമ്മൾ കീഴ്പ്പെടുന്നു, ഏതാലോചനയ്ക്ക് നമ്മൾ ചെവി കൊടുക്കുന്നു എന്നുള്ളതാണ്. രഹബയാമിൽ നിന്ന് ദൈവം അതും എടുത്തു കളഞ്ഞു, രാജസ്ഥാനം. പിന്നെ അങ്ങോട്ട് ഇസ്രയേലിൻ്റെ രാജ്യം, മറ്റേ ഇസ്രയേലല്ല, യെരുശലേമിൻ്റെ. ഞാനത് ചരിത്രം അവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നീടാണല്ലോ ഒമ്രിയുടെ മകനായിട്ടുള്ള ആഹാബ് ഇസ്രായേലിൻ്റെ രാജാവാകുന്നത്. ആഹാബും ഒരു ഇസ്രായേൽക്കാരനാണെന്ന് ഓർത്തോണം, നല്ല കുടുംബത്തിൽ പിറന്നവനാണ്. പക്ഷേ ഇവനും ഇവിടെ എന്ത് ചെയ്തു? യഹോവയെ മറന്നു കളഞ്ഞു എന്നുള്ള കാരണം എന്താണ്? ഈസബേലിനെ വിവാഹം കഴിച്ചു. പിന്നെ ഈസബേലിൻ്റെ വിശ്വാസം അവൻ സ്വീകരിച്ചു.
വാക്ക് കേൾക്കേണ്ടത് ആരുടെയായിരുന്നു? യഹോവയായ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കേണ്ടതിന് പകരം ഈസബേലിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അതുമാത്രമാണോ, യഹോവയുടെ പ്രവാചകന്മാരെ അവൻ എന്ത് ചെയ്തു? അവർ മറന്നു കളഞ്ഞു. യഹോവയ്ക്ക് വേണ്ടി യാഗപീഠത്തിന് പകരം അവൻ ബാലിന് യാഗപീഠം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. നെബാത്തിന്റെ മകനായ യെരോബെയാം ചെയ്തതിനപ്പുറമായിട്ടുള്ള പാപങ്ങളെ അവൻ ചെയ്തത് എന്ന് വേദപുസ്തകം നമ്മോട് വ്യക്തമായി അവിടെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഗ്രഹം മുഴുവൻ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദാസനായ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. അവനാ പോയി പറയുന്നത് എന്താണ്? ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ അവനൊരു വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന. ഞാനല്ല പറയുന്നത്. ആരാ പറയുന്നത്? സേവിച്ച് നിൽക്കുന്ന ദൈവം യഹോവയാണെന്നാ പറയുന്നത്. ഇനിയും മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്നാ പറയുന്നത്. ഇവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കുവാൻ വേണ്ടി അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദൈവം കരുതിയ വിധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എവിടെ പോയി? യഹോവയായ ദൈവം പറഞ്ഞു, നീ പോയി എവിടെ ഒളിച്ചിരിക്കുക? കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക എന്ന് പറയുന്നു. അവിടെ പോയി ഒളിച്ചിരിക്കുക. എന്തിനാ അവന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്? എനിക്കൊന്ന് മോശക്കാരനൊന്നും ആയിരിക്കത്തില്ല. അവൻ നല്ല സാമ്പത്തിക ശേഷിയുള്ളവനായിരിക്കണം. അവൻ പോയി ഒളിച്ചിരിക്കുക. അവൻ ഒളിച്ചിരിക്കാൻ ദൈവം തമ്പുരാൻ പറഞ്ഞു. ഒളിച്ചിരുന്നു. മുമ്പോട്ടും പുറകോട്ടും നോക്കാൻ അവൻ പോയില്ല. യഹോവയുടെ വാക്കിന് ചെവി കൊടുത്തു. അവൻ പോയി ഒളിച്ചിരുന്നു. അവനെ ഭക്ഷണം കൊണ്ടുവന്ന് ആരാ കൊണ്ട് കൊടുത്തേ? കാക്ക കൊണ്ട് കൊടുത്തു. കാക്ക കൊണ്ട് കൊടുത്തപ്പോൾ ഈ കാക്കയുടെ ഭക്ഷണം ആരെങ്കിലും കഴിക്കുമോ? കാക്ക കൊണ്ടുവരുന്നത്. അവൻ ചിന്തിച്ചു നോക്കിയാൽ നമുക്കാണേ അറപ്പും വെറുപ്പുമാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ ആദ്യകാലത്ത് CP വിൽസൺ അച്ഛൻ്റെ സമയത്താണ് ഞാൻ തമിഴ്നാട്ടിൽ ചെല്ലുന്നത്. ആൻഡമാൻസിൽ നേരിട്ട്, നിങ്ങൾക്കറിയാവുന്ന അച്ഛനായതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. CP വിൽസൺ അച്ഛൻ്റെ സമയത്ത് ഞങ്ങൾ ആൻഡമാൻസിൽ ചെന്നു. ആൻഡമാൻസിൽ നിന്ന് പൊള്ളാച്ചി ചെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം വീടുകൾ, പൊള്ളാച്ചി മിഷനിലുള്ള നമ്മൾ പ്രവർത്തിക്കുന്ന അവിടുത്തെ വീടുകളെല്ലാം കുഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. കുടിലുകളാണ്. അവർ തരുന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാവുമെന്നറിയാമോ? എനിക്ക് ഷുഗറുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോഴും പറയും ഈ ഷുഗർ പിടിച്ച തമിഴ്നാട്ടിൽ നിന്നാണ്. കാരണം നല്ല തേൻ പോലെ ഉള്ള ചായ കിട്ടുന്നത്, കഴിക്കാതിരിക്കാനൊക്കത്തില്ല. അവിടുത്തെ ഭക്ഷണം, അരിയാഹാരവും അങ്ങനെ തന്നെയാണ്. ആ ഭക്ഷണം കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരെന്തു പറയുന്നു? ഞങ്ങളുടെ പാസ്റ്റർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല, ജാതീയതയെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കയറ്റാതെ വരും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ഞങ്ങളവിടെ പ്രവർത്തിച്ചതിന് എനിക്ക് രോഗം പിടിപെട്ടെങ്കിലും എനിക്ക് ഷുഗർ വന്ന് 580 വന്നു. അർത്ഥമാണ്. ഡോക്ടർ എന്നോട് ചോദിച്ചു തട്ടിപ്പോയില്ലല്ലോ എന്ന്. ഡോക്ടർ ജോർജ് ഫിലിപ്പ് ഒട്ടൻചിത്രം ഡോക്ടറാണ്, അതുപോലെ തന്നെ സിജോയ് ഡോക്ടർ. ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചതാണ്. ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ സിജോയ്. ജനറൽ മെഡിസിൻ്റെ ആളാണ് ഡോക്ടർ ജോർജ്, നമ്മുടെ ഒരു അച്ഛൻ്റെ മകനാണ്. ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചു തട്ടിപ്പോയില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപയോഗിച്ചാൽ ഞാൻ തട്ടിപ്പോകത്തില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണമാണ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു വശത്ത് അവരുടെ കുഞ്ഞുങ്ങൾ അപ്പിയിട്ടിരിക്കുന്നതായിരിക്കും കാണുന്നത്. ആ കൈകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പം നിങ്ങൾക്കിതൊരു അറപ്പ് തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ഈ ഭക്ഷണം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാദിഷ്ടമായിട്ട് കഴിച്ചു എന്നുള്ളതാണ്. അച്ഛനറിയാമത്. ഞങ്ങൾ പോയി അവരുടെ തറയിലൊക്കെ ഇരിക്കുമ്പോൾ കൂട്ടായ്മയുടെ അനുഭവങ്ങൾ ഇന്നലെയും ഞങ്ങൾ പങ്കിട്ട് അവിടെ തറയിലിരിക്കണം. എത്ര സന്തോഷകരമായിട്ടുള്ള നിമിഷമാണെന്നറിയാമോ? ആ സന്തോഷത്തിനൊരു ഭയങ്കര വിലയുണ്ട്, ഒരു നിധിയാണത്. അപ്പോൾ കാക്കയെ കൊണ്ട് ദൈവം ഈ ഏലിയാവിന് ഭക്ഷണം കൊടുത്തപ്പോൾ അതൊരു നിധിയായിട്ടാണ് കണ്ടത്. ഭക്ഷണം
കാക്കയുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. കാക്ക ആർക്കെങ്കിലും കൊടുക്കുവോ? ഇല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. അവൻ കഴിക്കുന്ന എന്താണ്? ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും അതിന് ഈ മണമില്ലെങ്കിൽ ഒക്കത്തില്ല. പക്ഷേ അവൻ നല്ലൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാം? എന്നെക്കാട്ടി നല്ലൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? ഒത്തിരി ഉണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും? വിളിക്കും. കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് കത്തും. ഉണ്ടോ? ഇവിടെ കാക്കയെ ഞാൻ കണ്ടില്ല, എനിക്കറിയത്തില്ല. അവൻ കാക്കാന്ന് വിളിക്കും. വാ, ഇവിടെ ഉണ്ട് ഭക്ഷണം. സുവിശേഷത്തെക്കുറിച്ച് ഇതാ പറയുന്നത്. ഇവിടെ ഉണ്ട് ഭക്ഷണം എന്ന് പറയുന്നതാണ് സുവിശേഷം. എവിടെ? എന്നോടടുത്ത് വന്നാൽ എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം നിന്നെയും രക്ഷിക്കുവാൻ മതിയായെന്ന് പറയുന്നതാണ് അല്ലേ? അതാണ് സുവിശേഷം. ഞാനൊരു സുവിശേഷമായി മാറണം. എൻ്റെ ജീവിതം ഒരു സുവിശേഷമായി മാറണം. എൻ്റെ വാക്കുകൾ ഒരു സുവിശേഷമായി മാറണം. ഈ കാക്ക മാടി വിളിക്കും. കാക്ക എന്ന് വിളിക്കുമ്പോൾ അവിടെ ഭക്ഷണമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമാണോ? അതിൻ്റെ വേറൊരു സ്വരമിട്ടാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല നമ്മൾ. നോക്കൂ, എനിക്കെന്തിനാടാ ഈ വയ്യാവേലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും ഓടിപ്പോകും. ഞങ്ങളോട് ചിലപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, പ്രിയപ്പെട്ട അച്ഛനും ഞങ്ങളും എല്ലാം കൂടി ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യനുണ്ടായ അസ്വസ്ഥത കണ്ടപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കയറ്റി പൊള്ളാച്ചിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഞാൻ ഓർക്കുക. ഇപ്പം വയ്യാവേലി ആണ്. പക്ഷെ ചില വയ്യാവേലികൾ നന്മയിലേക്ക് നമുക്ക് മാത്രമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു ദൈവീക ഭാവം പകർന്നു കൊടുക്കുന്നതിന് കാരണമായി ഭവിക്കപ്പെടും. ദൈവം പുലർത്തി ഒന്നാമത്തെ വിധം കാക്കയെ കൊണ്ട്, ആർക്കും കൊടുക്കാത്തതിനെ കൊണ്ട് കൊടുപ്പിച്ചതാണ്. നോക്കണം, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? വെള്ളം പറ്റി. എവിടുത്തെയാ? കേരീത് തോട്ടിലെ വെള്ളം പറ്റി. അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് യോർദാൻ ഹെർമോൻ മഞ്ഞ് ഉരുകി വരുന്നതാണ്. എന്താണ് യോർദാൻ നദി എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു കൈവഴിയാണ് കെരീത് തോട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തോട് വറ്റാൻ പാടില്ല. ഈ തോട് വറ്റാനേ പാടില്ലാത്തതാണ്. പക്ഷെ ഇത് വറ്റി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വറ്റിപ്പോകുന്ന ഒരു അനുഭവമുണ്ട്. ഈ വറ്റിപ്പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇനിയും എന്ത്? മുമ്പോട്ടൊരു വഴി കാണുന്നില്ല എന്ന് പറയും. ഇന്ന് കേരളത്തിൽ ഒത്തിരി ആത്മഹത്യ വർദ്ധിക്കുക. അത് പണക്കാരനും ആത്മഹത്യ ചെയ്യുന്നു, കടക്കണിയിലാകുന്ന പാവപ്പെട്ടവനും ആത്മഹത്യ ചെയ്യുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അതിനുള്ള ഒരു ഉത്തരം വേദപുസ്തകത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. നോക്കണം, കർത്താവ് യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ എങ്ങോട്ട് പോകണം? സാരേഫാത്തിലോട്ട് പോകാം. സാരേഫാത്തിലോട്ട്. അവിടെ ഞാനൊരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്. നോക്കണം, പാവം വിധവ. എല്ലാം നഷ്ടപ്പെടുമ്പോൾ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. സാധു കൊച്ചുഞ്ഞുപദേശി തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ സ്വന്തം താൻ എടുത്തു വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് കരുതി തൻ്റെ സഹോദരനോടൊന്ന് ചോദിക്കാനായിട്ട് പോകുമ്പോഴാണല്ലോ സഹോദരൻ കൊടമറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ഞാനൊരാളെ കണ്ടു അല്ലേ? അന്നേരം എഴുതിയ പാട്ടാണല്ലോ, ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവൻ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നതിലുല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസം. ദൈവത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. ആരെയായിരുന്നു? നോക്കണം, സാരേഫാത്തിലെ വിധവയെ ആവശ്യം ഉണ്ടായിരുന്നു കർത്താവിന്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത് അറിയാമോ? സീദോനിലുള്ള സാരേഫാത്തിലേക്ക് യഹോവയായ ദൈവം ഏലിയാവിനെ അയച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. വേറെ എങ്ങും ആളില്ലായിരുന്നോ?
സീദോനിലെ അല്ലെങ്കിൽ ഈ സാരേഫാത്തിൽ വേറെ വിധവമാരില്ലായിരുന്നോ? അവിടെ തന്നെ ലൂക്കോസിന് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവിടെ വേറെ വിധവമാരില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ അടുക്കിലേക്ക് മാത്രമാണ് കർത്താവ് ഈ അയക്കുന്നത്, ഏലിയാവിനെ അയക്കുന്നത്. ഓർത്തോണം, ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ദൈവം തരുവാൻ മതിയായവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി നൽകുവാനുള്ളതാണ് എങ്കിൽ ദൈവം എനിക്കത് തന്നിരിക്കും. മറന്നു പോകരുത് അത്. പ്രിയപ്പെട്ടവരെ, സാരേഫാത്തിലെ വിധവയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവൾ ഇസ്രായേൽക്കാരിയാണോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുക. അവൾ ഇസ്രായേൽക്കാരിയാണോ? അല്ല, സീദോൻകാരിയാണ് അവൾ. അവൾ ഇസ്രായേൽക്കാരിയല്ല. ദൈവത്തിൻ്റെ ജനമാണോ? ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ അംശികളാണോ? അല്ല. ഓർക്കണം നമ്മളിതെല്ലാം. ഇവൾ ഇസ്രായേൽക്കാരിയല്ല. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്, പക്ഷേ ഇവൾ ദൈവത്തിൻ്റെ ജനമല്ല. എന്നിട്ടും ദൈവം അവളെ എന്ത് ചെയ്തു? ഓർത്തു എന്നുള്ളതാ. ഏലിയാവിനെ മാത്രമല്ല ദൈവം ഓർത്തത്. ദൈവം ആരെ ഓർത്തു? സാരേഫാത്തിലെ വിധവയും ഓർത്തു എന്നുള്ളതാണ്. ഇവൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടോ? ഞാൻ നിന്നെ നടത്തും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവൾക്കുണ്ടോ? ഇല്ല. ഇവൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമില്ല. ഇവൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയും ഇല്ല ഇവൾക്ക്. എനിക്കുള്ള യോഗ്യത ഒന്നുമില്ല അല്ലേ നമ്മൾ പറയുന്നത്? എനിക്കുള്ള യോഗ്യത ഒന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവൾക്ക് കൊടുക്കുന്നത്? ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെയായത്? നോക്കണം, മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ തടി ചുരുണ്ട് കൊഴുത്തിരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? 13-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇപ്രകാരം കൊടുത്തിരി, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. 4 പ്രാവശ്യം എത്രത്തോളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. എത്രത്തോളം 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 നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. നശിച്ചു പോകുന്നതിൽ നിനക്കൊരു വേദനയില്ലേ? ഞാനെന്തോ മോശക്കാരനായിരുന്നോ? എൻ്റെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞാൻ നിന്നെ സേവിക്കുകയും നിന്റെ ആലയത്തിന് കൊടുക്കാനുള്ളത് ഭംഗം വരാതെ കൊടുക്കുകയും നിന്റെ വേലക്കാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുവാൻ എൻ്റെ പ്രാപ്തി പോലെ ഇടയാക്കിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? ചോദ്യമാണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയി എന്നുള്ള ഒരു ചോദ്യമുണ്ടാവും. നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്, ഈ വേദന ഉണ്ടായത്, നിരാശയുണ്ടായത്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ ആയത്, എൻ്റെ മാതാപിതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ഞാൻ കടക്കേണ്ടതായിട്ട് വന്നത് ചോദിക്കും. പക്ഷേ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. യോഗ്യതയില്ലാത്തവരെയാ യഹോവയായ ദൈവം തെരഞ്ഞെടുത്തത്, ഒരു യോഗ്യതയുമില്ലാത്തവരെ. റാഹാബിനെ അല്ലേ, റാഹാബിൻ്റെ അടുക്കലേക്കാണ് ആരെ അയച്ചത്? ഒറ്റുകാരെ. അവൾക്ക് യോഗ്യത ഉണ്ടായിരുന്നോ? ഒരു യോഗ്യതയില്ലായിരുന്നു. ശമരിയ സ്ത്രീക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, അവൾക്കൊരു യോഗ്യതയുമില്ല. കർത്താവ് കിണറ്റിൻ്റെ അരികിലേക്കാണ് പോകുന്നത്, അവളെ തേടി ചെല്ലുന്ന കർത്താവാ. നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് താഴ്മ ധരിച്ച് ഒന്നിറങ്ങിച്ചെന്നാൽ ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വരും. നാം മുട്ടുമേൽ നിന്നാൽ ദൈവം നമ്മുടെ തലയിൽ വന്ന് തൊടും. അദൃശ്യകരങ്ങൾ നമ്മെ വഹിച്ചുകൊണ്ടിരിക്കും. മറന്നു പോകരുതത്. ഈ അദൃശ്യകരത്തിൻ്റെ സ്പർശനം നമുക്കെന്നും ഹൃദ്യമായി നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്തു വേണം നമുക്ക്? ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ദൈവം നടത്താമെങ്കിൽ എന്നെയും നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവം എന്നെ നടത്തുവാൻ കഴിവുള്ളവളാ. പിന്നെ നോക്കിയാൽ ഇവൾ ആരാണ്? വിധവയാ. വിധവ ദൈവസന്നിധിയിൽ ചെല്ലാൻ അല്ലെങ്കിൽ ദൈവാലയത്തിൽ ചെല്ലാൻ
യാതൊരു അവകാശവുമില്ലാത്തവളാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം പ്രാകാരത്തിൽ ചെന്ന് നിൽക്കാം, വേണമെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടവളാണ്. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവളാണ് ഇവൾ. ആര്? ഈ വിധവ, സാരെഫാത്തിലെ വിധവ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവളായവൾ. സാരെഫാത്തിലെ വിധവ പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവളാ. അവളുടെ അടുക്കലേക്കാണ് യഹോവയായ ദൈവം ഏലിയാവിനെ അയക്കുന്നത്. പലപ്പോഴും മിഷൻ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചിലരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, പാസ്റ്റർ இப்பதான் உங்கள் காரியம் நாங்கள் நினைத்தோம், நீங்கள் எங்கள் வீட்டுக்கு வந்தது எவ்வளோ சந்தோஷமாக இருக்குன்னு தெரியுமா? അച്ഛനും അറിയാവുന്ന ഒരു അനുഭവം ഞാൻ പങ്കിടാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കൊരു കറുപ്പകു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ കാണാൻ സുന്ദരിയാണ്, പക്ഷെ അവൾ വർത്താനം പറയത്തില്ല. മാംസപിണ്ഡം പോലെ കിടക്കുകയാണ്. ഇത് അച്ഛൻ വരുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത്. ഞാനത് പറയാമത്. മാംസപിണ്ഡം പോലെ കിടക്കുകയാണ്. ഞാനിങ്ങനെ ഗ്രാമങ്ങൾ സന്ദർശിച്ച വേളയിൽ ഈ കുട്ടിയുടെ വീട് കണ്ടു. സമനിരപ്പിൽ നിന്ന് ഒരടി താഴ്ചയിലാണ് ഇവളുടെ വീട്. ഒരു കൊച്ചുകൂടി തല കുനിച്ചിട്ട് വേണം കയറാൻ. അച്ഛനറിയാം, തല കുനിച്ചിട്ട് വേണം കയറാനായിട്ട്. ആദ്യ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു പ്രതികരണം ഈ കുഞ്ഞിൻ്റെ മുഖത്തില്ലായിരുന്നു. 3 മക്കൾ. അച്ഛനോട് ചോദിച്ചു അതിലൊരാൾ എവിടെയെന്നുള്ളത്. 3 മക്കളാ. കർപ്പകമുണ്ട്. രണ്ടാമത്തെ മകന് അവന് അരുൺ വർത്താനം പറയത്തില്ല. നോക്കണം, ഒരു പാവപ്പെട്ട വീടാ. മൂന്നാമത്തേത് ഐസ്. അവൾ നല്ല മിടുക്കി കുഞ്ഞാണ്. അവളെല്ലാ ബർത്ത്ഡേക്കും എന്നെ വിളിക്കും, സ്കൂളിൽ പോകാൻ നേരത്ത് വിളിക്കും. എന്നെ പാസ്റ്ററെ എங்களுக்காக ഇന്ന് ജപം பண்ணுங்க. ഞാൻ ഇവർക്കൊരു വീട് വേണമല്ലോ എന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഷിബു ശാമുവേൽ അച്ഛൻ്റെ അടുക്കൽ ഞാൻ മാർത്തോമാ സഭയ്ക്ക് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി ഇവരുടെ ഒരു ലെറ്ററും കൊണ്ട് ഞാൻ കൊടുത്തു. പക്ഷെ അയച്ചു പ്രയോജനമുണ്ടായില്ല, കിട്ടിയില്ല. അവർ ഗവൺമെൻറ്റിലും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു, അന്ന് ജയലളിതയാണ് അവിടെ പ്രവർത്തിക്കുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യൻ എന്നോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ എங்கள் വീട്ടിലേക്ക് ഒന്ന് വരുവീങ്ങളാ? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ യാത്ര ചെയ്യുക. എൻ്റെ വീട്ടിലൊന്ന് വരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ യാത്ര ചെയ്യുക. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? ഒന്ന് സന്തോഷமான കാര്യം ഉங்களிடத்தில் நான் சொல்ல வேண்டும். நான் கேட்டேன் என்ன? அவர் என்ன சொன்ன தெரியுமா? எங்களுக்காக ஒரு வீடு கட்டும்படியாக அரசாங்கம் உதவி செய்ய അവർ திட்டம் போட்டிருக்காங்க. ഗവൺമെന്റിലിരുന്നു വീട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവരനുവദിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത വാക്കാണ് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്. പക്ഷേ നിങ്ങൾ எப்போ எங்க வீட்டுக்கு கால் வைத்தாயோ அப்போதே நாங்கள் ஆசீர்வதிக்கப்பட்டோம். எப்போது நீங்க எங்க வீட்டுக்கு கால் வைத்தாயோ, எங்களுக்காக ஜெபித்தாயோ, அப்போதே நாங்கள் ആശീർവദിക്കപ്പെട്ടോം. എപ്പം ഈ വീട്ടിൽ വന്ന് കാല് വെച്ചോ അന്ന് ഹിന്ദു കുടുംബമാണ് കേട്ടോ, ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല അവർ. ഒരു പറഞ്ഞപ്പോൾ എൻ്റെ ബസ്സിലിരുന്നുകൊണ്ട് എനിക്ക് അങ്ങ് ഉറക്കെ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ അവരുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു. ആ പെൺകുട്ടിക്ക് വല്ലാത്ത അസ്വസ്ഥത പിടിച്ചപ്പോൾ ഒരു നിവൃത്തിയുമില്ല അവർക്ക്. ശരീരമെല്ലാം അവളുടെ തോലിങ്ങനെ പൊട്ടാൻ തുടങ്ങി. അതിനു മുമ്പ് അവൾക്ക് കിടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനും ഞാനും കൂടെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു കട്ടിൽ ഒരു മെത്തയും കൂടെ വാങ്ങിച്ചു കൊടുക്കാം. ഓർക്കണം, ഞങ്ങൾ അവർക്കൊരു കട്ടിൽ മെത്തയും കൂടെ വാങ്ങിച്ചു കൊടുത്തു. അവൾക്കത് കിടക്കാൻ ഒക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീഴാൻ തുടങ്ങി. അവൾ അതിൽ നിന്ന് അവർ നിലത്ത് തന്നെ കിടത്തി. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എന്ത് ചെയ്തു? ഞങ്ങൾ മിഷൻ്റെ സഹായത്താൽ ഒട്ടൻചിത്രം ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അവളുടെ തോലിനെല്ലാം മാറ്റം ഉണ്ടായി. സുഖം കിട്ടിയപ്പോൾ അവൾക്ക് വീടായി, മനോഹരമായ വീട്. എൻ്റെ കുദാശയ്ക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അന്ന് എപ്പോഴത്തേന് അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാം, ദൈവം എത്ര നല്ലവനാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് മരിച്ചു. ഞങ്ങളോടുള്ളപ്പോൾ തന്നെ ആ പെൺകുട്ടി അവിടെ മരിച്ചു. അന്ന് ഞാനൊരു കൺവെൻഷന് വേണ്ടി പുനലൂർ പോയിരിക്കുകയാണ്.
അച്ഛനും ആ സമയത്ത് പൊള്ളാച്ചി മിഷനിൽ അച്ഛൻ വേറെ ഏതൊരു മീറ്റിങ്ങിന് പോയിരിക്കുക. അത് ജനുവരി മാസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എന്നെ അവർ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എന്നോட மகள் வந்து அவளோட ജീവൻ പോയി என்று டாக்டர்கள் சொல்கிறாங்களே, நீங்கள் வந்து பாருங்க. ഇപ്പം ഞാൻ രാത്രിയിൽ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ 2 മണിയായപ്പോൾ അവിടുത്തെ ആശുപത്രി പോയി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ ബോഡിക്ക് വെള്ളത്തുണി ഇട്ടിട്ടില്ല, മുഖം മൂടിയിട്ടില്ല. അവർക്ക് പറയത്തില്ല, ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പക്ഷേ പാസ്റ്റർ ഒന്ന് പറഞ്ഞെങ്കിലേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം മൂടത്തുള്ളൂ. ഞാൻ ചെന്ന് പറഞ്ഞു, കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞ് പോയി. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി ആളുകൾ ഓടിക്കൂടുന്ന കണ്ടു. അച്ഛനെ ഞാൻ വിളിച്ചു. ഒത്തിരി ആളുകൾ ഓടിക്കൂടുന്ന കണ്ടപ്പോൾ എൻ്റെ കാര്യം പോക്കായി എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവിടെ ആരും അങ്ങനെ സുവിശേഷം കേട്ട് വിശ്വാസികളായിട്ട് വന്നവരില്ല. ഈ മനുഷ്യനൊരാഗ്രഹം, എൻ്റെ മകളെ എന്ത് ചെയ്യണം, ക്രിസ്തീയ നിരപ്രകാരം അടക്കം ചെയ്യണമെന്നുള്ളത്. നടക്കുമോ? നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ഞങ്ങൾ അടക്കം ചെയ്യാം എന്ന് പറഞ്ഞു. ഇല്ല, അവർക്ക് നിശ്ചയമായിട്ട് വേണം. ഞാൻ അച്ഛനെ വിളിച്ച്, അച്ഛാ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അടുത്തുള്ള സതീഷ് KS എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അപ്പൻ്റെ അടക്കം ഞാൻ ചെയ്തു. 100 കണക്കിന് ആൾക്കാരുടെ അടക്കം ഞാൻ കണ്ടു. പക്ഷേ ഇത്രമാത്രം അനുഗ്രഹീതമായിട്ടുള്ള ഒരടക്കത്തെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നോക്കണം ദൈവത്തിൻ്റെ കരുതൽ എപ്രകാരമാണ് എന്നുള്ളത്. ദൈവം ഇന്നും അവർ ആ ദൈവത്തിൽ നിന്നും മാറിയിട്ടില്ല, സ്നാനപ്പെട്ടില്ല, സത്യമാണ്. പക്ഷെങ്കിൽ യഹോവയായ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ആ കുടുംബത്തിൽ ഒരു ആത്മീയ വ്യാപാരമുണ്ടായി. ഈ കുടുംബത്തിനൊരു മാറ്റം ഭവിക്കപ്പെട്ടു. നമ്മൾ ഓർക്കണം, ദൈവം മാറ്റം കൊണ്ടുവരുമ്പോൾ സമൂലമായ മാറ്റം, പരിവർത്തനമാണ് ദൈവം ഒരു കുടുംബത്തിന് നൽകുന്നത്, ഒരു ദേവസ്വത്തിന് നൽകുന്നത്. ഇന്ന് ആ ഗ്രാമത്തിൽ എന്തൊരു മാറ്റമുണ്ടായി. അവിടെ ഭവനം തന്നെ ആരാധനയ്ക്കായി അച്ഛൻ്റെ കാലത്ത് തുറന്നു കൊടുത്തു, ആരാധന നടത്താൻ തുടങ്ങി. എത്ര സന്തോഷകരമായ അനുഭവമാണെന്ന് ഓർക്കണം. മറന്നു പോകരുത്, ദൈവം നമ്മെ നടത്തുന്നവനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവം ഏലിയാവിനെ സാരെഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവൾ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളോട് ചോദിക്കുകയാണ്, അല്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാൽ പോകുമ്പോൾ അവളോട് ഏലിയാവ് അവളോട് പറയുകയാണ്, ഒരപ്പം കൂടെ എടുത്തുകൊണ്ട് വരണം. നോക്കണം, അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ, ഇടിവെട്ടിയോൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെയാണ് അവൾ പറയുന്നത്. അത് ഞാനും മകനും മരിക്കാനിരിക്കുക, ഈ 2 വെറുക് പെറുക്കി മരിക്കാനിരിക്കുക. ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട്, അടയുണ്ടാക്കി കഴിച്ചിട്ട്, എൻ്റെ വീട്ടിൽ ഇത്രയും എണ്ണേ ഉള്ളൂ, അപ്പമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കണം, തൻ്റെ ദൈവത്തിന് വേണ്ടി തൻ്റെ ദാസന്മാരെ സൽക്കരിച്ചിട്ടുള്ള ഒരു കുടുംബങ്ങളെയും ഒരു വ്യക്തിയെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല, പട്ടിണിക്കിട്ടിട്ടില്ല. ഉണ്ടോ? ആർക്കെങ്കിലും പറയാനൊക്കുവോ? നമ്മുടെ മാതാപിതാക്കന്മാർ, ഞാൻ പറയട്ടെ, കുടുംബത്തിലേക്ക് ആരെങ്കിലും ഒരു അതിഥി വന്നാൽ ചോദിക്കും, എന്താ ചോദിക്കുന്നത്? ഭക്ഷണം ഉണ്ടോടി എന്ന് ചോദിക്കും. ഇല്ല എങ്കിൽ ഇതെടുത്ത് കൊടുക്കാൻ പറയും. ഓർക്കണം, ദൈവം എത്ര വലിയവനാണ് എന്നുള്ളത് ഓർക്കുക. ആ കുടുംബത്തെ നടത്തിയിട്ട് പറയുകയാണ്, യഹോവയായ ദൈവം, ഈ മൂലം ഏലിയാവ് പറയുകയാണ്, ഇനി നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകുകയില്ല, ഞാൻ മറ്റുള്ളതൊക്കെ വിടുകയാണ്, ഇനി നിന്റെ എണ്ണയും കുറയത്തില്ല. നിന്റെ സഭയുടെ, നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ സഹോദരങ്ങളുടെ ഭാവിക്ക് വേണ്ടി നീ കരുതുന്നെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കുന്നുവെങ്കിൽ നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല, നിന്റെ മാവും ദൈവം നടത്തുവാൻ മതിയായവനാണല്ലോ. ഒരു പാട്ടുണ്ട്, കാക്ക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഏലിയാവിനെ നടത്തിയത്. കരുതുന്ന ദൈവത്തെക്കുറിച്ചൊരു പാട്ടുണ്ട്. എനിക്കായി കരുതാമെന്നുരച്ചവനെ
എനിക്കൊട്ടും എനിക്കായി കരുതുവാൻ എത്തിയില്ലേ ഒന്നും. എനിക്കായി കരുതു നീഹത്തിയില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിൻ. കാക്കയെ കൊണ്ട് ദൈവം നടത്തിയവൻ, വിധവയെ കൊണ്ട് നടത്തിയവൻ, അവൻ പിന്നെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നടത്തിയത് ആരാ? ദൂതനാ. ദൂതൻ തന്നെയാണ് നടത്തുന്നത്, യഹോവ തന്നെയാണ് നടത്തുന്നത്. ചുരുക്കി ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്, സമയം തീരാറായല്ലോ. യഹോവ തന്നെയാണ് നടത്തുന്നത്. അവൻ വലിയ കാര്യം ചെയ്തു. എന്തായിരുന്നു? 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ അവൻ പുനരുദ്ധരിച്ചു. 12 ഗോത്രപിതാക്കന്മാർക്കൊത്തവണ്ണം 12 കല്ലുകൾ എടുത്തു വെച്ച ശേഷം അവനൊരു വലിയ യാഗം നടത്തി. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. പക്ഷെങ്കിൽ ആ യാഗം നടത്തിയവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുണ്ടായി? ഭയം. മരണമല്ല, എന്നെ ഇസബേൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്നലെ വരെ നടത്തിയ ദൈവം, ഇതുവരെ നടത്തിയ ദൈവത്തെ അവൻ ചിലപ്പോൾ മറന്നുപോയി. അതുകൊണ്ടാണ് പറയുന്നത്, യാക്കോബ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറയുന്നു. ഒട്ടൻചിത്രം ആശുപത്രിയുടെ മുമ്പിൽ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കിടക്കുമ്പോൾ, ഓപ്പറേഷന് വേണ്ടി വിധേയമായി കിടക്കുമ്പോൾ, ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പ് ഞാൻ നിൽക്കുക. കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ആരും സഹായത്തിനില്ല, ഒരുത്തരുമില്ല. അപ്പോൾ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ഭയപ്പെടാതെ. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, അതുവരെ എന്നെ ഭയം മൂടിയിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചോദ്യം ചോദിച്ചു, എൻ്റെ ദൈവമേ, 2 കൈയും 2 കാലും തളർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഭവനത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്നെ വിവിധ ദിശകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി അയച്ച ദൈവമേ, ഞാൻ ഇപ്പോൾ നിന്നെ സംശയിച്ചല്ലോ. എൻ്റെ കണ്ണുനീരെല്ലാം ഞാൻ തുടച്ചു. ഡോക്ടർ പറഞ്ഞു, യു ആർ എ ലക്കി മാൻ. എത്ര അത്ഭുതമാണ് ദൈവം നടത്തിയെന്നറിയാമോ? ഓരോരോ അനുഭവങ്ങളിൽ. ഇവിടെ ഏലിയാവും പേടിച്ച്, ഇസബേലിനെ ഭയന്ന് അവൻ ഒളിച്ചിരിക്കുമ്പോൾ, അവൻ എന്താ, ചൂരച്ചെടിയുടെ തണലും കീഴി ഒളിച്ചിരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് അവനെ തട്ടിയിട്ട് പറഞ്ഞു, നിനക്കിവിടെ എന്താ കാര്യം? നിനക്കെന്താ ഇവിടെ കാര്യം? അപ്പോൾ അവൻ എന്താ കൊടുത്തത്? അപ്പവും. നോക്കണം, എത്ര ഇതാ നോക്കണം. ദൈവം നിൻ്റെ വിഷമത്തെ അറിയുന്നുണ്ട്. നിൻ്റെ ഭവനത്തിൻ്റെ ഉള്ള അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയാമോ? ഇല്ല. എൻ്റെ ഭവനത്തിൻ്റെ വേദന നിറഞ്ഞ അനുഭവത്തെ എൻ്റെ കർത്താവിനറിയാം. വേറെ ആർക്കും അറിയാം. അച്ഛനും അറിയത്തില്ല, അയൽക്കാരനറിയത്തില്ല, സ്വന്തം മക്കൾക്കറിയത്തില്ല, സ്വന്തം ഭാര്യയ്ക്ക് അറിയാതെ പോകും. നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന ചിലപ്പോൾ ഭാര്യ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ഭർത്താവ് കാണുന്നില്ലായിരിക്കാം. പക്ഷെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അത് മറന്നു പോകരുത്. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം. ഇത് ഉറക്കെ പറയും. ഇത് പെന്തക്കോസ്തുകാർ മാത്രം പറയേണ്ടി ഒന്നുമല്ല. നമ്മളെല്ലാം അനുഭവിച്ചവരെ. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവിച്ചതാ. അത് ഉറക്കെ പറയണം, വിളിച്ചു പറയണം, യാത്ര ചെയ്യുമ്പോൾ പറയണം. ചിലപ്പം പറയും, നീ ഒരു ഭ്രാന്തനാണെന്ന് പറയുമായിരിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആ ഭ്രാന്ത് മതി. എൻ്റെ ദൈവത്തോടൊപ്പമാണല്ലോ എന്നുള്ളതിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇനി നിനക്കിവിടെ എന്താ കാര്യം ചോദിക്കുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് തോളിത്തട്ടുന്ന ദൈവമാണ്. നിന്നെ തോളിത്തട്ടി നടത്തുന്ന ദൈവമാണ്. മറന്നു പോകരുത്. നിൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവൻ വീണ്ടും ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും അവൻ്റെ തോളിൽ തട്ടി. ഈ തട്ട് നമ്മൾ അറിയണം. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. ഈ ദൈവത്തെ നമ്മൾ മറന്നു പോകും. ആ തട്ടുന്ന അനുഭവത്തെ നമ്മൾ മറന്നു പോകും.
അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്ന, ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത എൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ മറിയുന്ന എൻ്റെ ജനമോ ഈ തട്ടലെല്ലാം മറന്നുപോയി, അനുഭവിച്ചതെല്ലാം മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ചരിത്രം പറഞ്ഞത്. ശലോമോൻ ദാവീദിൽ കൂടെ അനുഭവിച്ചത് മറന്നുപോയി, ശലോമോനിൽ കൂടെ രഹബയാം അനുഭവിച്ചത് മറന്നുപോയി, അതിനു മുമ്പ് എല്ലാം അനുഭവിച്ചത് ആഹാബ് മറന്നുപോയി. മറന്നുപോയത് കൊണ്ടല്ലേ തലമുറ നഷ്ടപ്പെട്ടത്, മറന്നുപോയത് കൊണ്ടല്ലയോ എല്ലാം നാശമായി പോയത്. ജീവിതം തന്നെ മരിച്ചതിനൊക്കുമേ എന്ന് പറയത്തക്കവണ്ണമായിപ്പോയത്. ഈ തട്ടൽ നമ്മൾ അറിയണം. ദൈവം നമ്മളെ തട്ടുന്നുണ്ട്, എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും തട്ടുന്നുണ്ട്. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം തട്ടുന്നത്, ചിലപ്പോൾ നടക്കുന്ന വേളയിലായിരിക്കാം നടക്കുന്നത്. എഴുന്നേൽക്കാം, ഇനി നിനക്ക് ഒത്തിരി ഓടാനുണ്ട് കേട്ടോ. ചിലർ പറയും പോയി ജീവിതം. 50 വയസ്സാകുമ്പോഴേ പറയും പോയി എൻ്റെ ജീവിതം. ഇല്ല, ദൈവത്തിന് ഇനിയും നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഉണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. ഉണ്ടോ? ഉണ്ട്. ഇനിയും പ്ലാനുണ്ട് ദൈവത്തിന്. ദൈവം തരുന്ന ഭക്ഷണം ഉപയോഗിച്ച് ഞാൻ പറയും, ഈ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്കൊരു 10 ഓരോ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോഴും ഓരോ വർഷവും നമുക്ക് ജീവിതം കൂട്ടിക്കൊണ്ടിരിക്കുക. ആരോഗ്യം, ഞാൻ ഓരോ പ്രാവശ്യവും ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ, എൻ്റെ കാലിന് വേദനയുണ്ട്, ഷുഗറുണ്ട്, എനിക്ക് മറ്റു പല അസ്വസ്ഥതകളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ദൈവത്തോട് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മോള് പറഞ്ഞു, അപ്പാ ഒരു കാര്യം ചെയ്യണം, എങ്ങും പോകണ്ട കേട്ടോ, കാരണം ഇവിടെങ്ങാനും അസുഖം പിടിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് ഇല്ല, ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. ഞാൻ പിന്നെയും പറഞ്ഞു, തട്ടിപ്പോയാൽ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന് നിങ്ങളോട് പറഞ്ഞു, ഇവിടെ തട്ടിപ്പോയാൽ ഭയങ്കര ചിലവാണ്. പിന്നെ കുടുംബം വിറ്റാലും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഇവിടെ തട്ടിപ്പോകാൻ അനുവദിക്കരുത്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാ. ഒട്ടച്ചിത്രം ഞാൻ പൊള്ളാച്ചി ചെല്ലുമ്പോൾ സേത്തുമടയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു പോകാമെന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാം രോഗികളാണ്. അവിടെയുള്ള അച്ഛൻ അറിയാം, കൊച്ചമ്മയ്ക്കും അറിയാം അല്ലേ, മിക്ക പ്രായമുള്ളവരാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പോകുന്നിടം വരെ ആരും മരിക്കരുത്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നിടം വരെ ആരും മരിക്കരുത്. ഞാൻ 28-ാം തീയതി അവിടുന്ന് പോന്നു, 30-ാം തീയതി ഒരു സ്ത്രീ മരിച്ചു. അച്ഛനറിയാം. അപ്പം നമ്മൾ ഓർത്തോണം, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ, ഞാൻ ഇന്ന് മരിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെങ്കിൽ ദൈവം എന്നെ അനാഥനായി വിടുകയില്ല, നിന്നയ്ക്കെന്നെ വിടത്തില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം ഇത്. നിന്നയ്ക്കെന്നെ വിടത്തില്ല. ദൈവം തട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ എത്ര ദിവസം നടന്നറിയാമോ? 40 രാവും 40 പകലും. എങ്ങോട്ടാവനോ? അവൻ ലക്ഷ്യമുണ്ട്. എങ്ങോട്ടായിരുന്നത്? ഹോരേബ് എന്താണ്? ദൈവത്തിന്റെ പർവ്വതമാ, അത് മറക്കരുത്. ദൈവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെല്ലാം ഇറക്കി വെക്കണം. ഇവിടുന്ന് പോകുമ്പോൾ വേദന കൊണ്ട് വന്നെങ്കിൽ ആ വേദനയെല്ലാം ഇവിടെ തള്ളിയിട്ടിട്ട് ഈ പള്ളി ആ വേദന കൊണ്ട് നിറയണം. ഓർത്തോണം. എന്നിട്ട് വേണം വെളിപ്പാൻ. സന്തോഷത്തോടെ പോകണം. ചില സമയത്തെ ആരാധന എങ്ങനെ ഇരിക്കും? വന്നു പോയല്ലോ എന്നായിപ്പോവും. അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. അവൻ 40 രാവും 40 പകലും ഈ ശക്തിയോടെ പോയി. ഗിദെയോനോട് കർത്താവ് പറയുന്നു, ഇങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങ് പോവും. ഗിദെയോനോട് കർത്താവ് പറയുന്നു, ഈ ബലത്തോടെ പോകാം. 6-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം. പ്രിയപ്പെട്ടവർ, ഈ ബലത്തോടെ പോകാൻ ദൈവത്തിൻ്റെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. കാക്ക എന്ന ഭക്ഷണം നിന്റെ വിശപ്പ് കൂട്ടത്തേ ഉള്ളൂ. വിധവ എന്ന ഭക്ഷണം നിന്റെ വിശപ്പിന്, എൻ്റെ വിശപ്പിനെ കൂട്ടത്തേ ഉള്ളൂ. എന്നാൽ യഹോവയായ ദൈവം തരുന്ന ഭക്ഷണത്തിൻ്റെ അവന് വിശപ്പുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് നിനക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല എന്ന് പറയും. ഈ അപ്പം തിന്നുന്നവൻ ഒരു നാളും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അപ്പം ഭക്ഷിപ്പാൻ ഈ 50 വർഷം തീരാൻ പോവുക. 50 വർഷം തുടങ്ങാൻ പോവുകയാണല്ലോ ഇവിടെ. 50 വർഷം നടത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ആർക്കും ഇനിയും വിശക്കാൻ പാടില്ല. ഇവിടെ വരുന്ന ആൾക്കും ദാഹിക്കാനും പാടില്ല. ദൈവത്തിൻ്റെ ആ
ഭക്ഷണം കഴിച്ച് ദൈവത്തിൻ്റെ രക്തം പാനം ചെയ്ത് നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നിത്യജീവൻ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. ഈ ഭക്ഷണം വിലപ്പെട്ട ഭക്ഷണമാണ്. ഇത് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ രക്തവും മാംസവുമാണ്. ഈ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ കൊയറ പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നത്. നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴയനെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴയനെ തീരുമോ നിൻ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ. വചനത്തെ അധികരിച്ചുകൊണ്ടും സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ആശായിച്ചാൻ പ്രാർത്ഥന. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല വെള്ളിയാഴ്ചയുടെ ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഫിലാഡൽഫിയ മാർത്തോമായ ഇടവകയുടെ കൺവെൻഷനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ തൃപ്പാദത്തിൽ അടുത്തു വരുവാൻ തന്ന വിലപ്പെട്ട സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ നീ അവിടുന്ന് വളരെയധികം നീ അനുഗ്രഹിച്ചു. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയ ദൈവം അവിടുന്ന് തന്നെയാകിയാൽ അങ്ങേ വാഴ്ത്തുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ജീവിക്കുന്നതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ കർത്താവെ നിന്റെ മകനെ അവിടുന്ന് അയച്ചു. കർത്താവെ, അനുഗ്രഹീതമായ വചനം ഞങ്ങൾക്ക് അവിടുന്ന് വിഭാഗിച്ചു തന്നു കർത്താവെ. ഞങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല കർത്താവെ, വചനം കേട്ട് വാസ്തവമായുള്ള ഒരു സമർപ്പണവും സാക്ഷ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ കർത്താവെ പ്രതിസന്ധികളിലൂടെ പോയതായ സമയത്ത് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് കർത്താവെ നിന്റെ മകന് കർത്താവെ അവിടുന്ന് കാക്കയെ കൊണ്ട് കർത്താവെ അവിടുന്ന് ദൈവോടുന്ന് പ്രവർത്തിച്ച് കെരീത്ത് തോട്ടിനരികെ ഇരിക്കുന്നതായ സമയത്ത് കർത്താവെ കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയതായ സമയത്ത്
ഇനി എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് കർത്താവെ അവിടുന്ന് ദൈവമോടുന്ന് കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിച്ച് കർത്താവെ സരാഫത്തിലെ വിധവയുടെ അടുത്തൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വിധവയുടെ അടുത്തേക്ക് എന്നായ സമയത്ത് കർത്താവെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ആ വിധവ നിന്റെ മകന് വെള്ളവും അതുപോലെ തന്നെ അടയും കൊടുത്ത ആ വചനമാണല്ലോ ഞങ്ങൾ കേട്ടത്. കർത്താവെ ഈ ദാസന്റെ കർത്താവെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോയപ്പോൾ കർത്താവെ 2 കൈകളും കാലും തളർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കർത്താവെ രോഗക്കിടക്കയിലായിരുന്ന സമയത്ത് കർത്താവെ ശക്തീകരിച്ച് വഴി നടത്തി കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ മകനെ അയച്ച് അനേകരെ കർത്താവെ നിങ്ങളിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് നിന്റെ മകനെ അവിടുന്ന് ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. എൻ്റെ ദൈവമേ, നീ അവിടുന്ന് കൂടുതലായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ മകന് കൂട്ടായി കൊടുത്ത മകളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. 3 മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഇടവകയെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് കർത്താവെ വഴി നടത്തി കർത്താവെ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പ്രത്യാശ നൽകിയ ഒരു ദൈവം ഞങ്ങൾക്ക് അവിടുന്ന് ഉണ്ടായിരുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് ഇടവകയെ അവിടുന്ന് വഴി നടത്തി 50-ാം വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നല്ലോ കർത്താവെ. നീ അവിടുന്ന് അനുഗ്രഹിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഇടവകയെ ശുശ്രൂഷിച്ച എല്ലാ കർത്താവെ പ്രിയ അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രവർത്തിച്ച ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാനച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മധ്യ അവിടുന്ന് കൊണ്ടുവന്ന് കർത്താവെ. ദൈവമേ, ഈ ഇടവക ആത്മീകമായിട്ട് ഉണർത്തപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് കർത്താവ് നിന്റെ മകനെ കുടുംബമായിട്ട് എടുത്തെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2 പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച സ്തോത്ര കാഴ്ച അവിടുന്ന് അവിടുത്തെ പാതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കാനും നീ അവിടുന്ന് ജനത്തെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്തവനായി നീ കൂടെ ഇരിക്കണമേ. കുര്യാക്കോസ് അച്ഛനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവിടുന്ന് ശക്തീകരിക്കണമേ കർത്താവെ. കഴിഞ്ഞ 50 വർഷക്കാലം നിന്റെ മകനോട് കൂടെ അവിടെ ഇരുന്നു അവിടുത്തെ വയൽ പ്രദേശത്ത് ശോഭിപ്പാനായിട്ട് നീ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചു കർത്താവെ. ഞങ്ങൾക്ക് ഗാന ശുശ്രൂഷ നൽകിയ കൊയറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിപ്പാൻ അവരെ ശക്തീകരിച്ച് ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. കേൾവി ജനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചതോ സ്തുതിക്കുന്നു കർത്താവെ. വചനം കേട്ട് തന്നെ താഴ്ത്തി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ. സകല യേശു മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ചുരുക്കത്തിൽ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷൻ്റെ 1-ാം ദിവസം നമുക്ക് വചന ശുശ്രൂഷയിൽ കൂടെ അതിമാധുര്യമായ വചനത്തെ പകർന്നു തന്ന പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറിനോടുള്ള സന്തോഷം സ്നേഹം അറിയിക്കുന്നു. ദൈവീക പരിപാലന ഏലിയാവിൻ്റെ ജീവിതത്തിൽ കൂടെ കാക്കയുടെ വിധവയുടെ ദൂതൻ്റെ മുഖാന്തരങ്ങളിൽ കൂടെ തട്ടി ഉണർത്തപ്പെടുന്ന ഒരനുഭവം, പരിപാലിക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയല്ലോ. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തിൻ്റെ തട്ട്, ദൈവത്തിൻ്റെ സ്പർശം നമുക്ക് ലഭിക്കുവാനായിട്ടും അത്താനാസിസ് തിരുമേനിയുടെ വാചകത്തിൽ പറയുന്നത് പോലെ ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറയുന്ന പോലെ തമ്പുരാനെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇനിയും ഞങ്ങൾക്ക് ഘാതങ്ങൾ പിന്നിടേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ നിൽപ്പാനുള്ള ഉദ്ബോധനം നൽകി സാറ് പറഞ്ഞതുപോലെ തിരിച്ചറിയുക, തിരുത്തുക, മടങ്ങി വരിക എന്ന് തിരിച്ചറിയുക എന്ന ചിന്തയാണല്ലോ കേട്ടത്. നാളെയും മറ്റന്നാളുമായിട്ടുള്ള ശുശ്രൂഷകളിൽ ബാക്കിയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭ്യമാകുവാൻ എല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരുവാനായിട്ടും ഇന്ന് വന്നവരെല്ലാം നാളെ പുതിയ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹീതം. നാളെ ശനിയാഴ്ച ദിവസമാണല്ലോ, എല്ലാവർക്കും വരുവാനായിട്ട് അവസരമുണ്ടല്ലോ. ആ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സാറിനോടുള്ള സന്തോഷം സ്നേഹവും നന്ദി അറിയിക്കുന്നു. കുര്യാക്കോസച്ചനും സമയം കണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ്റെ വിലയേറിയ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. കൂടി വന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുര്യാക്കോസച്ചൻ ആശീർവാദം. നാളെ നമ്മുടെ ശുശ്രൂഷ 6:30 ആയിരിക്കും. 7 പറഞ്ഞത്. നാളെ നമുക്ക് 6:30 ആയിരിക്കും പാട്ട് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ കർത്തൃ പ്രാർത്ഥന നമുക്ക് ഏറ്റുപറയുകയും പ്രിയപ്പെട്ട കുര്യാക്കോസച്ചൻ ആശീർവാദം പറയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ബറക്കുമോർ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിനും സംബന്ധവും സഹവാസവും കൂട്ടായ്മയും എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്തുവത്തേക്കും ഉണ്ടായിരിക്കട്ടെ.